അങ്ങേയറ്റത്തെ സമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇത് യുദ്ധമുഖത്ത്. കഴിഞ്ഞ ദിവസം കൗതുകകരമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്: അമേരിക്കൻ സൈനിക കപ്പലുകളിൽ പെട്ടെന്നൊരു ദിവസം ഭക്ഷണ മെനു മാറുകയാണ്. സാധാരണ ഭക്ഷണത്തിന് പകരം മേശപ്പുറത്ത് വില കൂടിയ സ്റ്റേക്കും കൊഞ്ചുമൊക്കെ എത്തുകയാണ്. കേൾക്കുമ്പോൾ ഇതൊരു ആഘോഷമായി തോന്നിയേക്കാം, എന്നാൽ സൈനികർക്ക് ഇതൊരു അപായ സൂചനയാണത്രേ. US സൈന്യത്തിൽ ഇതൊരു രഹസ്യ കോഡ് കൂടിയാണ്. വലിയൊരു യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് സൈനികർക്ക് നൽകുന്ന രാജകീയമായ ഒരു വിരുന്ന്. ഇതിനു പിന്നിൽ ചില കഥകളും ചില കാരണങ്ങളും ഒക്കെയുണ്ട്. മാരകമായ യുദ്ധത്തിലേക്ക് പോകുന്നവർക്ക് രാജ്യം നൽകുന്ന സ്നേഹവും ആദരവും ആണിത്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന സന്ദേശം. നല്ല ഭക്ഷണം മനസ്സിന് സന്തോഷം നൽകും. ഒപ്പം ശത്രുവിന് ഞങ്ങൾ അവസാന ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി ഞങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്, കരുതിരിക്കൂ, കാത്തിരിക്കൂ എന്ന തരത്തിലൊക്കെയുള്ള സന്ദേശം കൂടി നൽകാനാണത്രേ ഇത്തരം അത്താഴങ്ങൾ നൽകി വരാറുള്ളത്. US സൈന്യത്തിൽ, പ്രത്യേകിച്ച് നാവികസേനയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം കൂടിയാണ് ഇത്. ഇതിനെ സ്റ്റേക്ക് ഇൻ ലോബ്സ്റ്റർ അല്ലെങ്കിൽ സെൽഫ് ആൻഡ് ടർഫ് വിരുന്ന് എന്നും വിളിക്കാറുണ്ട്. ഇതൊരു അപായ സൂചനയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഒറ്റവാക്കിലുള്ളൊരു ഉത്തരം. സൈനികരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ബാഡ് ഒമൻ, അശുഭ ലക്ഷണമായിട്ട് അവർ പറയാറുണ്ട്. സാധാരണ മെസ്സുകളിൽ ലഭിക്കുന്ന ഭക്ഷണത്തെക്കാൾ വളരെ നിലവാരമുള്ളതും വില കൂടിയതുമായ സ്റ്റേക്കും കൊഞ്ചും വിളമ്പുന്നത് കണ്ടാൽ സൈനികർക്കിടയിൽ ഒരു തമാശ രൂപേണയുള്ള ഒരു സംസാരമുണ്ടത്രേ, എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന്. സാധാരണയായി ഈ വിരുന്ന് നൽകുന്നത് 2 സന്ദർഭങ്ങളിലാണ്: യുദ്ധങ്ങളിലേക്കോ അപകടകരമായ ദൗത്യങ്ങളിലേക്കോ പോകുന്നതിന്റെ തൊട്ടു മുൻപ്. സൈനികരുടെ ആത്മവിശ്വാസം കൂട്ടാനും അവർക്ക് നൽകുന്ന ബഹുമാനമായും ഒക്കെ ഇത് കണക്കാക്കുന്നു. മറ്റൊന്ന് വിന്യാസം നീട്ടുമ്പോഴാണ്. മാസങ്ങളോളം കടലിൽ കഴിയുന്ന സൈനികർക്ക് വീട്ടിലേക്ക് പോകാൻ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ കാലാവധി വീണ്ടും നീട്ടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം കുറക്കാൻ ഭരണകൂടം നൽകുന്ന ഒരു സമാധാനിപ്പിക്കൽ ടിപ്പ് കൂടിയാണ് ഇത് എന്നും വിലയിരുത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യം അഥവാ 2026 ഫെബ്രുവരിയിൽ USS ജെറാർഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പലിലെ സൈനികർക്ക് ഇത്തരത്തിലൊരു വിരുന്ന് നൽകി എന്ന വാർത്തയാണ് ഈ വാർത്തയ്ക്ക് പിറകിലുള്ള ആധാരം. ഇതിന് പിന്നിൽ 2 കാരണങ്ങളാണുള്ളത്. ഈ കപ്പലിന്റെ കാലാവധി പ്രസിഡന്റ് ട്രംപ് രണ്ടാമതും നീട്ടുകയാണ്. ഇറാനുമായുള്ള യുദ്ധസാധ്യത നിലനിൽക്കുന്നതിനാൽ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ സൈനികരുടെ ഒരു തമാശ കൂടിയുണ്ട്, അഥവാ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും. സൈനികർ ഇതിനെ കളിയാക്കി വിളിക്കുന്നത് ദ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം എന്ന് നമ്മൾ കേട്ട് തഴമ്പിച്ച അതുപോലെയുള്ള ഒരു വാക്കും പലപ്പോഴും അവർ പറയാറുണ്ട് എന്നാണ്. ഞങ്ങളെ കൊല്ലാൻ വിടുന്നതിന് മുൻപ് കൊഴുപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള തമാശകൾ അവർക്കിടയിൽ പതിവായി ഉണ്ടാവാറുണ്ട് എന്നും ഈ മേഖലയിൽ പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് മനോവീര്യമാണ്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഭക്ഷണമല്ല. കടലിൽ മാസങ്ങളോളം ഒറ്റപ്പെട്ട് കഴിയുന്ന സൈനികർക്ക് രാജ്യം നിങ്ങളോടൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കരുതുന്നുണ്ട് എന്ന സന്ദേശം നൽകാൻ ഏറ്റവും എളുപ്പ വഴി നല്ല ഭക്ഷണവും നല്ല ആനന്ദവും അതുവഴി നൽകുക എന്നതാണ്. ചുരുക്കത്തിൽ ഇതൊരു ആഘോഷത്തെക്കാൾ അതിനൊക്കെ ഉപരിയായി വരാനിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ദീർഘമായ കാത്തിരിപ്പിൻ്റെയോ ഒക്കെ മുന്നറിയിപ്പായിട്ടാണ് ഇത്തരം വാക്കുകളെ വിശേഷിപ്പിക്കുന്നത്. ഈ ലോബ്സ്റ്റർ എന്ന വാക്ക് മറ്റൊരർത്ഥത്തിൽ മാക്സിമം സമ്മർദ്ദം എന്ന തന്ത്രത്തിന് വേണ്ടി യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഒന്ന് കൂടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് അമേരിക്കയുടെ വൻ സൈനിക പടയൊന്നാകെ പേർഷ്യൻ തീരത്തേക്ക് പുറപ്പെടുന്നത്. മറ്റൊന്നാണ് 26-ന് ഒമാനിൽ നടക്കാനിരിക്കുന്ന 3ാം ഘട്ട ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് നൽകിയ അന്ത്യശാസനം. ഒന്നുകിൽ ആണവ കരാർ ഒപ്പിടുക അല്ലെങ്കിൽ സർവനാശം നേരിടുക എന്ന സന്ദേശമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയോട് ട്രംപ് പറഞ്ഞത് നിങ്ങൾ വലിയ ആശങ്കയിലായിരിക്കണമെന്നാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ അതിശക്തമായ മിന്നലാക്രമണം, ലിമിറ്റഡ് സ്ട്രൈക്സ് നടത്താൻ ട്രംപ് ഉത്തരവിട്ടേക്കാം എന്നതാണ്. മറ്റൊന്ന്, ട്രംപിന്റെ ഈ ഭീഷണികൾക്ക് ഖമേനി നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ്. വിമാനവാഹിനി കപ്പലുകളേക്കാൾ അപകടകരമായിട്ടുള്ളത് അവയെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുക്കിത്താഴ്ത്താൻ ശേഷിയുള്ള ആയുധങ്ങളാണ്. അതായത് അമേരിക്ക ആക്രമിച്ചാൽ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും ഹോർമസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് മറ്റൊരു വിരുന്ന് തന്നെയാണ്. അഥവാ ശത്രുവിനെ സമ്മർദ്ദത്തിലാക്കാൻ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ചില നിഗൂഢ സൂചനകളെ, അവ വാക്കാവാം,
ചില വാക്ക് പോരുകളാവാം, ചില നീക്കങ്ങളാവാം, ചില സൂചനകളുമാകാം. അത്തരത്തിലൊരു സൂചനയായിട്ടാണ് ഈ വാക്കിനെയും നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ സൈനികരുടെ മാനസിക നിലക്കനുസരിച്ചുള്ള ചില വിരുന്നുകൾ നൽകുന്നതും ഈ വാക്കിനെ സൂചിപ്പിക്കുന്നുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.